സർക്കാർ ഖജനാവിൽ നിന്നല്ല ഈ പൈസ പോകുന്നത്. ജയിലിനകത്തു നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പം 8 രൂപ ഉണ്ടായിരുന്ന ചപ്പാത്തി 2 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 30 രൂപ ഉണ്ടായിരുന്ന വെജിറ്റബിൾ കറി 10 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 100 രൂപയുള്ള ചിക്കൻ കറി 20 രൂപയ്ക്കാണ് ജയിലിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള ചെലവ് ഗണ്യമായി കുറഞ്ഞു ഞാൻ തുടങ്ങി വെച്ച ഈ ഫുഡ് പ്രൊഡക്ട്സ്, ചപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻസിന്. അപ്പോൾ അങ്ങനെ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 16 കോടിയിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. സർക്കാർ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുക്കുമെന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. അപ്പോൾ ഈ ജയിലിൽ ഭയങ്കര കൊലപാതകം നടത്തിയ ഒരാൾ അവിടെ ആഹാര നിർമ്മാണത്തിൽ ഏർപ്പെട്ട ശേഷം ഞാൻ ജയിൽ DGP ആയിരിക്കുമ്പോൾ ജയിലിൽ ചെന്ന് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന തടവുകാരുടെ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന തടവുകാരോട് സംസാരിക്കും. അതിലൊരുത്തം പറഞ്ഞത്, ഞാൻ ഇന്ന് ഈ ആഹാരം ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൈകൾക്ക് ആ ചെയ്ത പാപത്തിൽ നിന്ന് എനിക്കൊരു പരിഹാരം കിട്ടുന്നു, അല്ലെങ്കിൽ അവന് ആ പാപ പരിഹാരം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് അവൻ റിപ്പൻറ്റൻസിലേക്ക് എത്തുകയാണ്. അപ്പോൾ സമൂഹത്തിന് അവൻ നന്മ ചെയ്യണമെന്നൊരു തോന്നലുണ്ടാകുന്നു. ആ നന്മ ചെയ്ത തോന്നലിലൂടെ അവൻ പരിഷ്കൃതമാവുകയാണ്. ഈ ജയിലിൽ ഈ ഫുഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ആളുകൾ ജയിലിൽ നിന്ന് പോയി കഴിയുമ്പോൾ അവൻ്റെ വീട്ടിലൊരു ഫുഡ് പ്രോഡക്ട്സ് തുടങ്ങുകയാണ്. വനിതാ ജയിലിൽ നിന്ന് പോകുന്ന തടവുകാരെ ഞങ്ങൾ തയ്യൽ പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോകുമ്പോൾ ഒരു തയ്യൽ മെഷീനുടെ വണ്ടിക്കകത്ത് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. ആ സ്ത്രീ പിന്നെ തയ്ച്ച് ജീവിക്കുകയാണ്, എംബ്രോയ്ഡറി ചെയ്ത് ജീവിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ കുറ്റകൃത്യങ്ങളിൽ അവരെ പിന്തിരിപ്പിക്കുന്ന ആ ഒരു റിഫോം മൂവ്മെൻറ്റിന് ഇത് വളരെ സഹായകരമായൊരു പരിപാടിയാണ്, വളരെ ബാധകമാണ്. അപ്പോൾ ആ റിഫോം മൂവ്മെൻറ്റോട് നമ്മൾ നോക്കണം. അപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന, സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളിൻ്റെ കൂലിയുമായി തടവിൽ കിടക്കുന്ന ഒരു ആളിൻ്റെ കൂലിയെ നമ്മൾ കമ്പയർ ചെയ്യരുത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ കണക്കുകൾ അനുസരിച്ച് മനസ്സിലാക്കണം. ആ രീതിയിൽ ഈ 3-4 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കാൻ, അല്ലെങ്കിൽ വെറുതെ അതിനെ എതിർക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ജയിലുകളിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി ജനങ്ങൾ കൊടുക്കുന്നത് 15 കോടിയാണ് ബഡ്ജറ്റിലില്ലാതെ സർക്കാർ ഫണ്ടിലേക്ക് പോകുന്നത്. തടവുകാർക്ക് റീ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനായിട്ട് അവർ തൊഴിൽ പഠിപ്പിച്ചു. എനിക്ക് ആശയം കിട്ടിയത് പരിസ്ഥിതി പ്രവാചകൻ്റെ നിന്നാണ്. ബദർ യുദ്ധം കഴിഞ്ഞു, കുറേ തടവുകാരെ പിടിച്ചുകൊണ്ട് വന്നു. അന്നത്തെ ഇസ്ലാമിക നിയമം അനുസരിച്ച് 10 സ്വർണ്ണ നാണയം കൊടുത്തെങ്കിലേ സ്വാതന്ത്ര്യം കിട്ടും. പരിസ്ഥിതി പ്രവാചകൻ എന്ത് ചെയ്തു? ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അങ്കിളുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവുണ്ട് ആ തടവുകാരായിട്ട് പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ. വല്ല എക്സംഷനും കൊടുത്തോ? ഒരു എക്സംഷനും കൊടുത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, 10 സ്വർണ്ണ നാണയം കിട്ടുന്നതിന് പകരം നിങ്ങളെല്ലാം വിദ്യാഭ്യാസമുള്ളവരാണ്, നിങ്ങൾ 10 പേരെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നതാണ്. അതായത് 10 gold coins is equivalent to giving literacy to 10 persons. വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്ന് നമ്മൾ ഇന്ത്യയിൽ പറയും. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം, എത്ര രൂപയ്ക്കാണ് അത് ഈക്വലൻസ് എന്ന് പ്രഖ്യാപിച്ചത് പരിസ്ഥിതി പ്രവാചകനാണ്. 10 സ്വർണ്ണ നാണയത്തിന് പകരം 10 പേരെ സാക്ഷരരാക്കുക. അപ്പോൾ ഒരു സ്വർണ്ണ നാണയം 28,000 രൂപ വിലയുള്ളതാണ്. വരാഹൻ എന്ന് പറയുന്ന നാണയം. ഈ വരാഹൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് പോയൊരു നാണയമാണ്. അത് രസകരമായ സംഭവമാണ്. രാഷ്ട്രകൂട രാജവംശൻ്റെ നാണയമായിരുന്നു വരാഹൻ. രാഷ്ട്രകൂട രാജവംശം ദശാവതാരങ്ങളിൽ 3ാമത്തെ അവതാരമായിരുന്നു അവരുടെ ആസ്ഥാന ദേവൻ മത്സ്യംകൂർമ്മം വരാഹം. ആ വരാഹത്തിൻ്റെ രൂപമാണ് നാണയത്തിൽ കൊത്തിയിരുന്നത്. ആ വരാഹത്തിൻ്റെ രൂപം കൊത്തിയതായതുകൊണ്ടാണ് വരാഹൻ എന്ന് മഹാരാഷ്ട്രയിൽ ആ നാണയത്തെ വിളിച്ചിരുന്നത്. അറബി ഭാഷയിലുള്ള സ്വർണ്ണ നാണയത്തിൻ്റെ പേര് വരാഹൻ എന്നാണ്. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു മൃഗമാണ് ഈ വരാഹം. പക്ഷേ അതിൻ്റെ പേരിലാണ് സ്വർണ്ണ നാണയമാണ് അറിയപ്പെടുന്നത്. ആ സ്വർണ്ണ നാണയം 28,000 രൂപ. അപ്പോൾ ഒരാൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ 28,000 × 10 2,80,000 രൂപ കൊടുക്കണം ഒരാൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഈ 2,80,000 രൂപ അവിടെ നിന്ന് കൊണ്ടുവരാനൊന്നും പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, 10 പേരെ പഠിപ്പിക്കണം. 10 പേരെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അങ്ങനെ അറബികളെ ഈ തടവുകാരെ പഠിപ്പിച്ചു. 10 പേരെ സാക്ഷരരാക്കിയപ്പോൾ സ്വാതന്ത്ര്യം കൊടുത്തു. സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരോട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ സ്വതന്ത്രരാണ്, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങൾ അധ്യാപകരായിട്ട് ഞാൻ ജോലി തരാം, നിങ്ങളിവിടെ അറബികളെ സാക്ഷരരാക്കാൻ പറഞ്ഞു. അങ്ങനെ അറബികൾക്ക് സാക്ഷരത കിട്ടി. ഇവരെ സാക്ഷരത എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടാക്കി, അറബികൾക്ക് സാക്ഷരത ഉണ്ടാക്കി. ഏറ്റവും സാക്ഷരരായ ഒരു ജനസമൂഹമായിട്ട് വാർത്തു. ഇസ്ലാം പോയ സ്ഥലത്തൊക്കെ സർവകലാശാലകൾ സ്ഥാപിച്ചു. ഇന്ത്യയിലെ ബുദ്ധമതം സ്ഥാപിച്ചതാണ് സർവകലാശാലകൾ. നളന്ദയും തക്ഷശിലയും വിക്രമശിലയും ഉദന്തപുരിയൊക്കെ. ആ സർവകലാശാലകൾ മുസ്ലിങ്ങൾ കോപ്പി ചെയ്തു. മുസ്ലിങ്ങൾ കോപ്പി ചെയ്ത് അവർ ബാഗ്ദാദ് സർവകലാശാല ഉണ്ടാക്കി, ഈജിപ്തിൽ കെയ്റോ സർവകലാശാല ഉണ്ടാക്കി, സ്പെയിനിൽ കൊർഡോബ സർവകലാശാല ഉണ്ടാക്കി. അതിഗംഭീരമായ ലൈബ്രറികൾ അതിൻ്റെ ഭാഗമായി. 100 കൊല്ലം കൊണ്ട് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ വിദ്യാഭ്യാസ തലസ്ഥാനത്തേക്ക് മാറി. ഇറാഖിൻ്റെ തലസ്ഥാനം ബാബിലോണായിരുന്നു. പക്ഷെ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറി. ഈജിപ്തിൻ്റെ തലസ്ഥാനം മെംഫിസ് ആയിരുന്നു. 100 കൊല്ലം കെയ്റോ യൂണിവേഴ്സിറ്റി ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഈജിപ്തിൻ്റെ തലസ്ഥാനം കെയ്റോയിൽ വന്നു. സ്പെയിനിൻ്റെ തലസ്ഥാനം മാഡ്രിഡ് ആയിരുന്നു.
പക്ഷേ 100 കൊല്ലം കഴിഞ്ഞപ്പോൾ കൊർഡോബായിലോട്ട് വന്ന തലസ്ഥാനം. ഈ യൂണിവേഴ്സിറ്റികൾ ലോകത്തിന് അറിവ് മുഴുവൻ സമാഹരിച്ച് വെച്ചു. യൂറോപ്പ് മുഴുവൻ അന്ധകാര യുഗത്തിൽ പോയി. ആ അറിവ് മുഴുവൻ ശേഖരിച്ച് വെച്ചത് മുസ്ലിങ്ങളാണ് അവരുടെ യൂണിവേഴ്സിറ്റികളിൽ. ഓവിഡിൻ്റെ മുഴുവൻ പുസ്തകവും നഷ്ടപ്പെട്ടിരുന്നു. അത് മുഴുവൻ അറബിയിൽ നിന്ന് റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഓവിഡുള്ളത്. അരിസ്റ്റോട്ടലിൻ്റെ പകുതി ബുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു, കത്തിപ്പോയിരുന്നു. അരിസ്റ്റോട്ടലിൻ്റെ ബുക്കുകൾ അറബികൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് റീട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നാം കാണുന്ന അരിസ്റ്റോട്ടലിൻ്റെ പല ബുക്കും നമ്മൾ കാണുന്നത്. അങ്ങനെ വിശ്വസാഹിത്യവും വിശ്വത്തിലുള്ള നോളജും അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ അവരതിൻ്റെ ഒറിജിനൽ കോപ്പി എടുത്തില്ല. ഉദാഹരണത്തിന് കണക്ക്, നമ്മളിന്ന് ലോകത്തിലെ ന്യൂമറൽസിൽ വിളിക്കുന്ന അറബിക് ന്യൂമറൽസ് എന്നാണ്. ആക്ച്വലി അതല്ല, ഇന്ത്യൻ ന്യൂമറൽസാണ്. 0 to 1 2 3 9 വരെയുള്ള ഭാഗം. പക്ഷേ അറബികളിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് അവർ അറബിക് ന്യൂമറൽസ് എന്ന് വിളിച്ചു. പക്ഷേ മുസ്ലിങ്ങൾ എന്ത് ചെയ്തു? അതിൻ്റെ ഒറിജിനലിൻ്റെ ക്രെഡിറ്റ് എടുത്തില്ല. സായിപ്പന്മാരെന്ത് ചെയ്യുന്നറിയാമോ? ചീന ഭരണി എടുത്തിട്ട് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട് എന്ന് അടിക്കും. ചീന ഭരണിക്ക് മെയ്ഡ് ഇൻ ഇംഗ്ലണ്ട്. കണക്കിനെ അറബികൾ വിളിച്ച പേര് ഹിന്ദി സത്ത്, ഇന്ത്യയിൽ നിന്ന് വരുന്ന അറിവെന്നാണ്. ഹിന്ദി സത്ത്. ആ മഹത്തായ വിദ്യാഭ്യാസ പ്രക്രിയ ആൽബറൂണി ഉണ്ടാക്കി, അൽ ഖ്വാറിസിമി ഉണ്ടാക്കി, മഹാന്മാരുടെ ഒരു പണ്ഡിത നിരയുണ്ടാക്കി. ഇസ്ലാം വലിയ വലിയ ലൈബ്രറികൾ സ്ഥാപിച്ചു. കെയ്റോ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി 1000 ഒട്ടകങ്ങൾ വിചാരിച്ചാൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്ര വലുതായിരുന്നു എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മംഗോൾസ് ഒന്ന് ഒരുപാട് കത്തിച്ചു, പക്ഷേ ബാക്കിയുള്ളത് രക്ഷപ്പെട്ടു. അങ്ങനെ അന്ധകാര യുഗം കഴിഞ്ഞ് ലോകം തിരിച്ചു വന്നപ്പം ഈ നോളജ് മുഴുവൻ തിരിച്ച് അറബിയിൽ നിന്ന് അതാത് ഭാഷകളോട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ ലോകത്തെ അന്ധകാര യുഗത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവരാനുള്ള വലിയ വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഇസ്ലാം ഉണ്ടാക്കിയ വലിയ വിദ്യാഭ്യാസ പ്രക്രിയ. അവരുടെ നിയമസംഹിത ലോകത്തിന് അത്ഭുതകരമായ ഒരു നിയമസംഹിതയായിരുന്നു. കേരളവും ഇന്ത്യയുമൊക്കെ മോഡലാക്കിയ നിയമസംഹിതകളിൽ പലതും ഇസ്ലാമിൻ്റെ വലിയ സംഭാവനയാണ്. കുറ്റകൃത്യങ്ങൾ കൺട്രോൾ ചെയ്ത്, നിയമം ഉപയോഗിച്ച് അഴിമതി കൺട്രോൾ ചെയ്ത് വളരെ നല്ല ഭരണ സമ്പ്രദായം ഇസ്ലാമിന് സൃഷ്ടിക്കാൻ പറ്റി. പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയ വലിയ നിയമസംഹിത. അതിലേറ്റവും എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് എക്സിക്യൂഷൻ ലെവലിൽ നിൽക്കുന്ന എന്നെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാർഗനിർദ്ദേശം കൊടുത്തുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ ഇറക്കിയ പ്രസിദ്ധമായ ഹാദിത്ത്. ഒരു സ്ത്രീയുടെ സ്വത്ത് മറ്റൊരാൾ തട്ടിയെടുത്തു. ആ തട്ടിയതെടുത്ത് തിരിച്ചു കൊടുക്കാനായി സ്ത്രീ കംപ്ലൈൻറ്റ് ചെയ്തു. പക്ഷെ റവന്യൂവും പോലീസും നീതി കൊടുത്തില്ല. ആ സ്ത്രീ പരിശുദ്ധ പ്രവാചകൻ്റെ അടുത്തെത്തി. പ്രവാചകനോട് കംപ്ലൈൻറ്റ് ചെയ്തു. പ്രവാചകൻ ആ നിയമം മനസ്സിലാക്കിയിട്ട് ആ സ്ത്രീക്ക് സ്വത്ത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥനോടും റവന്യൂ ഉദ്യോഗസ്ഥനോടും പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ പ്രസിദ്ധമായ ഹാദിത്താണ് ടീയേഴ്സ് വുമൺ ഈ സ്പാർക്സ് ഓഫ് ഫയർ, ഇറ്റ് ബേൺസ് വേർ ഇറ്റ് ഫാൾസ്. സ്ത്രീയുടെ കണ്ണുനീർ തീപ്പൊരിയാണ്, അത് വീഴുന്ന സ്ഥലം ദഹിച്ചു പോകുന്നതാണ്. ഇത് ശരിയായിരുന്നെങ്കിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനൊക്കെ എപ്പോഴേ കത്തിപ്പോയാണെന്നറിയാം, അത് വേറെ കാര്യം. എങ്കിലും സ്ത്രീക്ക് കണ്ണീരുണ്ടാവാത്ത രീതിയിൽ രാജാവ് രാജ്യം ഭരിക്കണം. ഇത് വലിയൊരു തത്വം പ്രവാചകൻ ലോകത്തെ പഠിപ്പിച്ചതാണ്. ഒരു സ്ത്രീ വന്ന് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. എന്നെ ഭർത്താവിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർക്ക് ശരിയായ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. പ്രവാചകൻ ഉത്തരവിട്ടു. മെക്കയിലെ മുഴുവൻ മെഡിക്കൽ പ്രാക്ടീഷേഴ്സിനെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അവൻ്റെ പഠിത്തം വാലിഡാണെന്ന് അറിയാൻ വേണ്ടി. 19 എണ്ണത്തിനെ പിടിച്ച് ഈ വ്യാജ ഡോക്ടർമാരൊന്നും ഉണ്ടായിരുന്നപ്പോഴാണ് ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലായത്. എല്ലാ വ്യാജനെയും അദ്ദേഹം പിടികൂടി. ഒരാൾക്ക് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവൻ ക്വാളിഫൈഡ് ആയിരിക്കണം. പ്രവാചകൻ്റെ അടുത്തൊരു സ്ത്രീ വന്ന് പറയുന്നു, ഞങ്ങളുടെ മരിപ്പച്ചയിൽ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ചികിത്സിക്കാൻ ഡോക്ടറില്ലായിരുന്നു പ്രവാചക, അതുകൊണ്ടാണ് സംഭവിച്ചത്. പ്രവാചകൻ്റെ ഒറ്റ കൽപ്പന ഇറക്കി 5 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഒട്ടകത്തിൻ്റെ പുറത്ത് 5 ഡോക്ടർമാരെ കയറ്റി എല്ലാ മരിപ്പച്ചകളും പോയി രോഗികളെ ചികിത്സിക്കാൻ പറഞ്ഞു. സഞ്ചരിക്കുന്ന മെഡിക്കൽ കോളേജ് പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. ഡോക്ടർ 9 മണ്ടയ്ക്ക് പേരും വെച്ചിട്ട് വാടായോടെ പേഷ്യൻസ് എല്ലാം എന്ന് പറഞ്ഞ പരിപാടിയൊക്കത്തില്ല. പ്രവാചകൻ പറഞ്ഞു, ഡോക്ടർ രോഗി എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോയി ചികിത്സിക്കണം. അതാണ് പ്രവാചകൻ്റെ അത്ഭുതകരമായ സിസ്റ്റം എന്ന് പറയുന്നത്. ആത്മഹത്യ ഇസ്ലാമിൽ വളരെ കുറവാണ്. എന്താ കാര്യം? അതാണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ലോകത്തിൽ 1 ലക്ഷം പേർ ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 8 പേർ ആത്മഹത്യ ചെയ്യും. ഇന്ത്യയിലത് 9ആണ്. പക്ഷേ കേരളത്തിൽ 35 പേർ ആത്മഹത്യ ചെയ്യും. 1 ലക്ഷം പേർ ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 35 ആത്മഹത്യയാണ്. അതിലേറ്റവും വലിയ ആത്മഹത്യ നടക്കുന്നത് സൂയിസൈഡ് വില്ലേജ് ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്ന സ്ഥലമാണ്. നൂറനാട് കുഷ്ഠരോഗാശുപത്രിയിരിക്കുന്ന സ്ഥലം. ആ ഗ്രാമത്തിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ്. 1 ലക്ഷം പേർ ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 62 പേർ ആത്മഹത്യ ചെയ്യും. പക്ഷേ ഇതേ കേരളത്തിൽ തന്നെയാണ് മലപ്പുറം ജില്ല,
മലപ്പുറം ജില്ലയിൽ 1 ലക്ഷം ഒരു കൊല്ലം ജീവിച്ചിരിക്കുമ്പോൾ 4 പേരെ ആത്മഹത്യ ചെയ്യത്തുള്ളൂ. സൗദി അറേബ്യയാണ് ലോകത്തിലെ ഏറ്റവും ആത്മഹത്യ കുറവുള്ളത്. 0.4% സൗദി അറേബ്യയിലെ ആത്മഹത്യാ നിരക്ക്. കാര്യം എന്താണ്? ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചു ആത്മഹത്യ ചെയ്യുന്നതിന് ഇരുലോകവും പോകുന്നു, പരലോകവും പോകുന്നു. മദ്രസയിൽ കുട്ടി 4 വയസ്സ് കഴിയുമ്പോൾ തന്നെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആത്മഹത്യ ദൈവത്തിന് മുമ്പാകെ നിരപ്പാകാത്ത സാധനമാണ്. കുട്ടിയുടെ മനസ്സിനകത്ത് ആത്മഹത്യക്കെതിരെ തത്വം ഉണ്ടാകുകയാണ്. മനുഷ്യൻ എക്കണോമിക് ഡിസാസ്റ്റർ നേരിട്ട് കഴിഞ്ഞ് പാപ്പരാകുമ്പോഴാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇസ്ലാമിൽ മനുഷ്യർ പാപ്പരാവാതെ സംരക്ഷിക്കുന്ന സക്കാത്ത് ഉൾപ്പെടെയുള്ള നിയമസംഹിതകളുണ്ടായി. അപ്പോൾ പണം ഒട്ടുമില്ലാതെ വസ്തുവില്ലാതെ ഒരാൾ ചാവേണ്ട ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയില്ല. അവന് സംരക്ഷണം കിട്ടുന്നുണ്ട്, ആഹാരം എവിടുന്നേലും കിട്ടും, അവൻ പാപ്പരാവില്ല. അവന് ഹോപ്പ്ലെസ് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടി അവനെ തിയോളജിയിലും ഫിലോസഫിയിലും പരിശുദ്ധ ഖുർആനിലെ ശക്തമായ നിയമത്തിലൂടെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ലോകം മുഴുവൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇസ്ലാമിൽ ആത്മഹത്യ സൗദി അറേബ്യയിൽ 0.5, കേരളത്തിൽ ആവറേജ് 35, മലപ്പുറത്ത് 4%. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ ആത്മഹത്യ നടക്കാത്തത് ഈ വലിയ സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ലോകമെങ്ങും മനുഷ്യന് നല്ല ജീവിതചര്യയും മനുഷ്യനായി ജീവിക്കാനുള്ള പ്രാക്ടീസും കിട്ടിയത് ഇസ്ലാമിൻ്റെ വലിയ സംഭാവനയാണ്, പരിശുദ്ധ പ്രവാചകൻ്റെ വലിയ സംഭാവനയാണ്. 5ാമതായി പരിശുദ്ധ പ്രവാചകൻ ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു തത്വമാണ്, മനുഷ്യാവകാശം. മനുഷ്യനായി ഭൂമിയിൽ മറ്റുള്ളവരെ കാണണം, ഉച്ചനീചത്വങ്ങൾ പാടില്ല. പരിശുദ്ധ പ്രവാചകൻ ആ മനുഷ്യത്വം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചു. പരിശുദ്ധ പ്രവാചകൻ ശിഷ്യന്മാരിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു യഹൂദൻ മരിച്ചവൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ വരികയാണ്. പരിശുദ്ധ പ്രവാചകൻ നേരെ പോയി തലക്കെട്ടെടുത്ത് മാറ്റി അതിനെ വണങ്ങി ശേഷം തിരിച്ചു വന്നു. അബൂബക്കർ 1ാമത്തെ ഖലീഫയാണ്. അദ്ദേഹം ചോദിച്ചു, എന്ത് കാണിച്ച അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡിയല്ലേ, അതിനെ പോയി വന്ദിക്കുമോ? പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, അബൂബക്കറെ, അതൊരു യഹൂദൻ്റെ ഡെഡ് ബോഡി അല്ല, ഒരു മനുഷ്യൻ്റെ ശവശരീരമാണ്, അതിനെ ബഹുമാനിക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മനുഷ്യനെ ബഹുമാനിക്കണം. ഇന്നൊരു ശവശരീരം പോകുമ്പോൾ ഒരു സബ് ഇൻസ്പെക്ടർ വണ്ടിയും കൊണ്ട് വന്നാൽ സബ് ഇൻസ്പെക്ടർ വണ്ടി നിർത്തി ഇറങ്ങി അതിന് ഉപചാരം അർപ്പിക്കാം. വെട്ടി ഞുറുക്കി ഒരു ശരീരം കിടക്കുകയാണ്, ഞങ്ങളവിടെ പോയി ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചെല്ലുമ്പോൾ ആദ്യം ഞങ്ങൾ തൊപ്പി പൊക്കി ബോഡിയെ വന്നിച്ച ശേഷം തിരിച്ച് തൊപ്പി വെച്ചിട്ടേ തുടങ്ങുള്ളൂ പരിപാടി. ശവശരീരത്തെ വന്നിക്കാൻ പോലീസിനെ പഠിപ്പിച്ചത് പരിശുദ്ധ പ്രവാചകനാണ്. പരിശുദ്ധ പ്രവാചകൻ തലക്കെട്ടെടുത്ത് ശവത്തെ വന്നിച്ചതാണ് പോലീസിനെ പഠിപ്പിച്ച സംഭവം. ബാച്ചുകളായുള്ള സബ് ഇൻസ്പെക്ടർമാർക്ക് ഞാൻ ക്ലാസ് എടുക്കുമ്പം ശവശരീരത്തെ വന്നിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ച എങ്ങനെയാണെന്ന് ഈ കേരളത്തിലെ മുഴുവൻ SI-മാരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ശവശരീരത്തെ വന്നിക്കണം. മരിച്ചു കഴിഞ്ഞാൽ പോലും മനുഷ്യാവകാശങ്ങൾ അവർക്ക് ഉറപ്പുള്ളതാണ്. പരിശുദ്ധ പ്രവാചകനെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി പ്രവാചകൻ, അമ്മ വീട്ടുകാരെല്ലാം കൂടെ കല്ലെറിഞ്ഞ് പ്രവാചകന് പരിക്ക് പറ്റി, രക്തം ഒലിച്ചുകൊണ്ടൊരു മരത്തിന് ചോട്ടിപ്പോയി നിൽക്കുകയാണ് പ്രവാചകൻ. അപ്പോൾ ദൈവത്തിൻ്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. പ്രവാചക, ഇവരെ അങ്ങ് സംഹരിച്ചേക്കട്ടെ എന്ന് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു അങ്ങ് പരമകാരുണികനാണ്, അങ്ങ് കരുണയാണ് കാണിക്കേണ്ടത്. ഇവർക്കിപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അവരെന്നെ കല്ലെറിഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഏതാനും വർഷത്തിന് ശേഷം അവർക്ക് സത്യമൊക്കെ മനസ്സിലാവും, അവരിഞ്ഞ് വന്നോളൂ എന്ന് പറഞ്ഞു. മാലാഖ ചോദിച്ചപ്പോൾ സാധാരണ മനുഷ്യനാണെങ്കിൽ അവന്മാരെല്ലാം ഒന്ന് ശരിയാക്കേക്കാൻ പറഞ്ഞതിനായിരുന്നു. പ്രവാചകൻ പറഞ്ഞു, നോ, പരമാവനായ അള്ളാഹു കരുണ വേണം മനുഷ്യനോട് കാണിക്കാൻ. അവർ കുറച്ച് കഴിയുമ്പോൾ സത്യം മനസ്സിലാകുമ്പോൾ തിരിച്ചു വന്നോളും, മനുഷ്യത്വപരമായി അവരോട് ഡീൽ ചെയ്യാൻ പറഞ്ഞു. പരിശുദ്ധ പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ചെയ്തൊരു പ്രസംഗമുണ്ട്, ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ അത് വായിക്കണം. മനുഷ്യത്വത്തിൻ്റെ പരമകാരുണ്യ ഭാവമാണ്. അറബിയെന്നോ അറബി അല്ലാത്തവനെന്നോ, വെളുത്തവനെന്നോ കറുത്തവനെന്നോ, ഉന്നതകുല ജാതനെന്നോ ഉന്നതകുല ജാതൻ അല്ലെന്നോ ഉള്ള ഭൂമിയിൽ മനുഷ്യൻ്റെ യാതൊരു ക്ലാസിഫിക്കേഷനും മനുഷ്യനും തമ്മിൽ പാടില്ല. എല്ലാവരും തുല്യരാണ്. ലോകത്തിൽ ആദ്യമായി മനുഷ്യർ തുല്യരാണെന്ന വലിയ തത്വം ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്നതിന് ഒരു 1200 വർഷത്തിന് മുമ്പ് പ്രവാചകൻ്റെ ഫെയർവെൽ സ്പീച്ചാണ്. സ്വർഗാരോഹണം ചെയ്യാൻ പാടില്ല, അതിന് മുമ്പ് ലാസ്റ്റ് പ്രവാചകൻ്റെ പ്രസംഗമാണ്. ഒരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളും മനുഷ്യർ തമ്മിൽ പാടില്ല. നിങ്ങൾ ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കണം. അത് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സ്വർഗാരോഹണം ചെയ്തത്.
ലോകത്തിലെ എല്ലായിടത്തും ജാതി ഇന്ത്യ ഉണ്ടാക്കി. ഈജിപ്തുകാർക്ക് 4 ജാതി, ബാബിലോണുകാർക്ക് 4 ജാതി. കേരളത്തിൽ ഇന്ത്യയിലെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നൊരു പഞ്ചവൻ, 5 ഗ്രൂപ്പാണ്. ചൈനക്കാർക്ക് 4 ജാതി. പ്രവാചകൻ പറഞ്ഞു, ജാതി എന്നൊരു സാധനം പാടില്ല. ഇന്നിവിടെ പ്രാർത്ഥനയിൽ പറഞ്ഞ ഭാഗമാണത്. പ്രവാചകൻ പറഞ്ഞ്, നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരേ ആദത്തിൻ്റെയും അവയുടെയും സന്ധി പരമ്പരകളിൽ ഭൂമിയിലെ മനുഷ്യർ മുഴുവൻ, അതിനകത്ത് യാതൊരു വ്യത്യാസവും ഈശ്വരൻ കൽപ്പിച്ചിട്ടില്ല. ഏകോദര സഹോദരങ്ങളോട് ജീവിക്കണം. പിന്നെ നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി ചില ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളെല്ലാം ഒരപ്പൻ്റെ അമ്മയുടെ മക്കളാണെന്ന് നിങ്ങൾ ധരിച്ചു കൊള്ളണം. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതാണ് പ്രവാചകൻ ഫെയർവെൽ സ്പീച്ചിൽ പഠിപ്പിച്ചത്. എല്ലാ മനുഷ്യരും തുല്യരാക്കി. ഇസ്ലാം ഈജിപ്തിൽ ചെല്ലുമ്പോൾ 4 കക്ഷിയുള്ളൊരു ഗ്രൂപ്പായിരുന്നു, 4 ജാതി ഉണ്ടായിരുന്നു. ഇസ്ലാം ഈജിപ്തിലെ ജാതികളെ തുടച്ചു നീക്കി. ഇന്ന് ഈജിപ്തിലെ ഫറോ രാജാവിൻ്റെ സന്ധി പരമ്പരപ്പെട്ട ആരാണ്, അവിടുത്തെ അടിമയുടെ സന്ധി പരമ്പരപ്പെട്ട ആരാണെന്ന് ഈജിപ്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. ബാബിലോണിൽ 4 ജാതി ഉണ്ടായിരുന്നു. ബാബിലോണിലെ 4 ജാതികളും തുടച്ചു നീക്കി, എല്ലാവരും തുല്യരാക്കി. ഇന്ത്യയിൽ 4 വർണ്ണങ്ങളും 800 ജാതികളും 8000 ഉപജാതിയുമുള്ള ഒരു സമൂഹമായിരുന്നു ഇന്ത്യ. ഇന്ത്യയിൽ ഇസ്ലാം വന്നു. ഇസ്ലാം മതം എന്തുണ്ടായി? ജാതി ചിന്ത തുടച്ചു നീക്കി. ഇന്ന് ഒരു മുസ്ലിം ബ്രാഹ്മണൻ പണ്ട് വേദം ചേർന്നവനാണോ, ശൂദ്രൻ വേണ്ടത് ചേർന്നവനാണോ, SC വേദം ചേർന്നവൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ജാതിയില്ല. ഒരിക്കൽ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. മഹാനായ ഹറൂൺ അൽ റഷീദ് ഉമായത് കാലിഫേറ്റിൻ്റെ, അബ്ബാസിഡ് കാലിഫേറ്റിൻ്റെ വലിയ റൂളറാണ്. AD 780 മുതൽ 808 വരെ ഭരിച്ചിരുന്ന ആൾ. അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് അങ്ങോട്ട് മുട്ടുകുത്തുകയും അവിടെ നിന്ന് ആൾ ചാടിയും കഴിഞ്ഞിട്ട്, കാരണം അവിടെ തൊട്ടടുത്ത് മുട്ടുകുത്തിയിരുന്ന ആൾ ബാർബറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഷേവ് ചെയ്യുന്ന ബാർബറാണ്. ചാടി എഴുന്നേറ്റ് ഹറൂൺ അൽ റഷീദ് ചോദിച്ചു, നീ എന്താണ് ചാടി എഴുന്നേക്കുന്നത്? അയ്യോ, ചക്രവർത്തിയുടെ കൂടെ ഞാൻ മുട്ടുകുത്താനോ? ഹറൂൺ റഷീദ് ചോദിച്ചു, എന്തോ ചക്രവർത്തിയുടെ? അല്ലാഹുവിൻ്റെ മുമ്പിൽ നീ ഞാൻ ഒന്നാ. ഞാനിപ്പോൾ എനിക്കൊരു ജോലി ചക്രവർത്തിയായിട്ട് ദൈവം തന്നിരിക്കുന്നു, നീ ബാർബർ. അതുകൊണ്ട് എന്താണ്? തൊഴിലനുസരിച്ച് മനുഷ്യനെ വേർതിരിക്കാനോ? പാടില്ല. നമ്മളെല്ലാവരും തുല്യരാണ്. ഹറൂൺ അൽ റഷീദും ബാർബറും തൊട്ടപ്പുറത്തും മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ഇസ്ലാം പള്ളിയിൽ. കാര്യം അള്ളാഹുവിന് മുമ്പിൽ എന്തോ ചക്രവർത്തി, എന്തൊരു ബാർബർ. ക്രിസ്തുമതം ഇവിടെ വന്നു. ക്രിസ്തുമതത്തിൽ ഓരോരുത്തർ കുടുംബവും പറയും, ഞങ്ങൾ ബ്രാഹ്മണൻ വേദം, ഞങ്ങൾ നായർ വേദം ചേർന്നാണ്, ഇവൻ പുലയ ക്രിസ്ത്യാനിയാണ്, മറ്റവൻ മൂക്രിയാണ്, പാക്രിയാണെന്നൊക്കെ പറയും. ഇസ്ലാമി പാക്രിയില്ല, പൂക്രിയില്ല. ഏത് ജാതിയിൽ നിന്നാണ് ഇവൻ ഇസ്ലാമിൽ ചേർന്നതെന്ന് ഒരു കുടുംബവും കണക്ക് സൂക്ഷിക്കുന്നില്ല. ചൈനയിലെ ഉഗ്യൂർ പ്രോവിൻസിൽ ഇസ്ലാം പിടിച്ചെടുത്തു. ഉഗ്യൂർ പ്രോവിൻസിൽ പണ്ടത്തെ മംഗോളിയൻ ആരാണ്, പണ്ടത്തെ മാഞ്ചു ആരാണ്, പണ്ടത്തെ ചിങ് ഡൈനാസ്റ്റിപ്പെട്ടവൻ ആരാണെന്ന് ഒന്നും അറിഞ്ഞൂടാ. ഈക്വലൈസ്ഡ്. ജാതി വ്യവസ്ഥ ഇല്ലാതാക്കി, മനുഷ്യർ തമ്മിലുള്ള വേർതിർത്തി ഇല്ലാതാക്കി ഇസ്ലാം ഏതൊക്കെ രാജ്യത്തിൽ പോയിട്ടുണ്ടോ അവിടെ ഒരു ജാതിയില്ല. എവരിബഡി ഈസ് ഈക്വൽ. ഇതാണ് ഇസ്ലാമിൻ്റെ അത്ഭുതം. പരിശുദ്ധ പ്രവാചകൻ്റെ ഒരു അത്ഭുതമാണ്. മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചു. ഇനി മനുഷ്യാവകാശങ്ങൾ പരിപാലിച്ചതുപോലെ തന്നെ താഴ്ന്ന ജീവികളുടെ മനുഷ്യാവകാശം വരെ അദ്ദേഹം സംരക്ഷിച്ചു കൊടുത്തു. ബദർ യുദ്ധം നടക്കുകയാണ്, സൈന്യം പോവുകയാണ്. അപ്പോൾ ഒരു പട്ടി പ്രസവിച്ചിറക്കാണ്, ഒരു നായ പ്രസവിച്ചിറക്കാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, സൈന്യം വഴിമാറിപ്പോകാൻ പറഞ്ഞു. ആ മൃഗം പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ ശല്യം ഉണ്ടാക്കാൻ പാടില്ല. സൈന്യം വഴിമാറിപ്പോകാൻ തുടങ്ങി. അപ്പോഴും പ്രവാചകൻ അറിയാം, ഈ പോലീസിൻ്റെ സ്വഭാവം അറിയാം. ഈ പോലീസിനും പട്ടാളത്തിന് യൂണിഫോമും കാലം ഒരു ഷൂസും കിട്ടിയാലുണ്ടല്ലോ എന്തിനേയും തൊഴിച്ച് കളയും. അതാണ് പോലീസിൻ്റെ സ്വഭാവം. ഇവൻ തൊഴിക്കുമെന്നുള്ള അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം 2 പട്ടാളക്കാരെ അവിടെ കാവൽ നിർത്തി. ആ പട്ടിക്കൊന്നും പറ്റാതെ നോക്കിക്കോണം, എല്ലാ സൈന്യം പോയി കഴിഞ്ഞാൽ നിങ്ങൾ 2 ഇനി വരാമെന്ന് പറഞ്ഞു. മൃഗത്തിന് പോലും സംരക്ഷണം, മൃഗത്തിന്, മനുഷ്യന് മാത്രമല്ല മൃഗത്തിന്. പ്രവാചകൻ പറഞ്ഞ രസകരമായ കഥയുണ്ട്. ഒരു വേശ്യസ്ത്രീ സ്വർഗത്തിൽ പോയ കഥയാണ്. ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു പട്ടി ഒരു കിണറിൻ്റെ ചുറ്റും കിടന്ന് ഓടുന്നു. കുറച്ച് കഴിഞ്ഞ് ദാഹിച്ച് വെള്ളം കിട്ടാതെ അതിങ്ങനെ തളർന്നങ്ങ് വീണ്. അപ്പം അതുവഴി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നു. ആ പ്രോസ്റ്റിറ്റ്യൂട്ട് സ്വർഗത്തിൽ ചെന്നപ്പം അള്ളാഹു പറഞ്ഞു, കയറിപ്പൊക്കോളാൻ പറഞ്ഞു. മലക്ക് പറഞ്ഞു, അള്ളാഹു ഈ സ്ത്രീ ഭൂമിയിലൊരു പാപനിയായ സ്ത്രീയാണെന്ന് അങ്ങേക്ക് അറിഞ്ഞൂടെ, അങ്ങനെയാണ് ഈ സ്ത്രീ കയറിപ്പാൻ പറഞ്ഞത്. അള്ളാഹു പറഞ്ഞു, വിവരം അറിയാതെ മലക്കെ സംസാരിക്കരുത്, ഞാൻ നിന്നോട് കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കിണറിൻ്റെ തീരത്ത് പട്ടി കുഴഞ്ഞു വീണപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയാമോ? ആ സ്ത്രീ തൻ്റെ വസ്ത്രത്തിന് കുറേ ഭാഗം വലിച്ച് കീറി ഒരു കയർ പോലെ ഉണ്ടാക്കി, ഷൂസ് കെട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരു ഷൂസ് വെള്ളം പട്ടിയുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. പട്ടി കുറച്ച് ജീവനൊക്കെ വീണ് നിന്ന്. 2ാമതൊരു ഷൂ ഒഴിച്ചു കൊടുത്തു. 3ാമതൊരു ഷൂ ഒഴിച്ചു കൊടുത്തു.
3 ഷൂസ് നിറച്ച് വെള്ളം കിട്ടിയപ്പം പട്ടി എഴുന്നേറ്റ് വാലാട്ടിയിട്ട് പോയി. പട്ടി ആയതുകൊണ്ട് വാലാട്ടി, മനുഷ്യനാണെങ്കിൽ 2 കുരയും കൂടെ കൊടുത്തന്നെയായിരുന്നു മനുഷ്യൻ്റെ സ്വഭാവത്തിന്. അപ്പോൾ ഇത് പറ്റി 3 തവണ വെള്ളത്തിട്ടപ്പം ഷൂസും കേടായിപ്പോയി. പിന്നെ ആ സൂക്ഷിച്ചിട്ട് നടക്കാൻ പറ്റുമോ? ഒരു ഷൂസ് പോയാൽ പിന്നെ മറ്റൊരു ഷൂസ് കൊണ്ട് കാര്യമുണ്ടോ? തിളച്ച മണലിലൂടെ ആ സ്ത്രീ നടന്നുപോയി, കാലിനടിവശം പൊള്ളി. ഷൂസ് വാങ്ങിക്കണ്ടേ? അന്ന് രാത്രി വീണ്ടും വ്യഭിചരിച്ചു. ആ പൈസ കൊണ്ട് അവൾ ഷൂസ് വാങ്ങിച്ച്. അങ്ങനെ ഒരു പട്ടിയുടെ ജീവൻ രക്ഷിച്ചതിന് ഈ സ്ത്രീ സ്വർഗം അർഹിക്കുന്നു. മൃഗങ്ങളോട് ദയ കാണിക്കുക, മനുഷ്യനോട് ദയ കാണിക്കുക. ഇത് ഇസ്ലാമിൻ്റെ വലിയ തത്വങ്ങളാണ്. മനുഷ്യാവകാശം എന്ന് പറയുന്ന വലിയ അവകാശങ്ങൾ ഇസ്ലാം സ്ഥാപിച്ചു കൊടുത്തു എന്നുള്ളതാണ്. 6ാമതായി പരിസരപ്രാജ്യം ലോകത്തെ പഠിപ്പിച്ച വലിയൊരു പാഠമാണ്. അത് സെക്കുലറിസം എന്ന് പറഞ്ഞ പാഠമാണ്. മതചിന്തകൾക്കതീതമായി സംസാരിക്കണം. മതചിന്തകൾക്കതീതമായി. പ്രവാചകൻ വളരെ ശ്രദ്ധേയമായി ചെയ്ത ഒരു 8ാമത്തെ കാര്യമുണ്ട്. അത് ധനം കൈകാര്യം ചെയ്യുന്നുള്ള സംഭവമാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പണക്കാരനായിക്കൊണ്ടിരുന്നു, പാവപ്പെട്ടവനായിക്കൊണ്ടിരുന്നു. അതിനനുസരണമായിട്ടാണ് പണത്തിൻ്റെ ഒഴുക്ക്. പണക്കാരൻ പലിശയ്ക്ക് പണം കൊടുക്കും, പാവപ്പെട്ടവൻ എടുക്കും. അവസാനം പാവപ്പെട്ടവൻ തിരിച്ചടയ്ക്കാൻ വയ്യ, പണക്കാരൻ അവൻ്റെ വസ്തു ജപ്തി ചെയ്തുകൊണ്ട് പോകും. നിരാലംബലായ പാപ്പർ സൂട്ടടിച്ച് കുറേ എണ്ണം. പണക്കാരൻ പിന്നെയും പണക്കാരനാകും. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു, നത്തിങ് ഡൂയിങ്. പലിശ എന്നൊരു സാധനം ഇസ്ലാമിന് അനുവദനീയമല്ല. ഒരു ബ്ലേഡ് ബാങ്കും മുസ്ലിം നടത്താൻ ഒക്കെയില്ല. നിങ്ങൾ 100 രൂപ കൊണ്ട് ബാങ്കിലിട്ടാൽ 100 കൊല്ലം കഴിഞ്ഞ് എന്നാൽ 100 രൂപയെ കാണത്തുള്ളൂ. 10% പലിശയില്ല. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ ന്യായം വളരെ കറക്റ്റാണ്. ആരാണ് പണം കൊടുക്കുന്നത്? പണം കൊടുക്കുന്നത് പണം അധികമായി കയ്യിലുള്ളവനാണ്. ആരാണ് പണം കടം വാങ്ങിക്കുന്നത്? നിർധനനായ ഒരു മനുഷ്യനാണ് പണം വാങ്ങിക്കുന്നത്. ആ നിർധനനായ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പണം ധനവാൻ്റെ കയ്യിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് ഉസൂറി ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ ഇസ്ലാം. ഒരു ബ്ലേഡ് ബാങ്കും ഇസ്ലാമിൽ നടത്താൻ പറ്റിയില്ല. ഇത് നടത്താൻ പറ്റാതെ വന്നത് കാരണം ഇസ്ലാമിൽ ഉണ്ടായ വലിയ അത്ഭുതമാണ്. ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ക്യാപിറ്റലിസം വേരുപിടിച്ചില്ല, മുതലാളിത്തം വേരുപിടിച്ചില്ല. മുതലാളിത്തം വേരുപിടിക്കാൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. കാരണം പണക്കാരനാവുന്ന, പാവപ്പെട്ടവനാവുന്ന ഒരു എക്കണോമിക്സ് ഇസ്ലാമിന് അനുവദനീയമല്ല. തന്നെയുമല്ല, പണക്കാരൻ അവൻ്റെ സമ്പത്തിൻ്റെ 2.5% പാവപ്പെട്ടവരിലേക്ക് ഒഴുക്കണം, സക്കാത്ത്. അപ്പോൾ ആ നിയമം ഉണ്ടാക്കിയപ്പോൾ പരിശുദ്ധ പ്രവാചകൻ കൃത്യമായ നിയമം ഉണ്ടാക്കി. ഒരു ദിവസത്തെ വരുമാനം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരാണ്ടിൽ ഏറ്റവും കുറച്ച് പൈസ ഉണ്ടായ ദിവസത്തെ വരുമാനം അവനും കൊടുത്തന്നെയായിരുന്നു കണക്ക് ശരിയാക്കാൻ. പ്രവാചകൻ അതൊക്കെ തല്ല, ഇൻകം ടാക്സ് കണക്കാക്കുന്ന പോലെ ഒരു കൊല്ലത്തെ ഇൻകം കണക്കാക്കുക, എന്നിട്ട് അതിന് 2.5% പാവപ്പെട്ടവരിലേക്ക് കൊടുക്കണം. അപ്പോൾ പാവപ്പെട്ടവൻ്റെ പണം പണക്കാരന് പോയിക്കൊണ്ടുവന്ന സിസ്റ്റം മാറ്റി പണക്കാരൻ്റെ പണം പാവപ്പെട്ടവനിലേക്ക് പോകുന്ന സിസ്റ്റം പരിശുദ്ധ പ്രവാചകൻ ഉണ്ടാക്കി. ഇത് അതിശ്രദ്ധേയമായ ഒരു നിയമ സംഹിതയാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം ഉണ്ടായില്ല. യൂറോപ്പും ഏഷ്യയും മുഴുവൻ ഫ്യൂഡലിസം ഉണ്ടായി. ഭൂ ഉടമ സമ്പ്രദായത്തിലൂടെ ഭൂ ഉടമസ്ഥനുണ്ടായി. കേരളത്തിൽ മങ്കൊമ്പ് പൊട്ടർക്ക് 2 ലക്ഷം പറ നിലമായിരുന്നു. 2 ലക്ഷം പറ നിലം. കായൽ രാജാവ് മുരിക്കന് 30,000 ഏക്കർ സ്ഥലം. ഇസ്ലാമിൽ ഇപ്പണി പറ്റിയല്ല. ഇസ്ലാമിൽ പാവപ്പെട്ടവൻ കൂടുതൽ പാവപ്പെട്ടവൻ സമ്പ്രദായം ഇല്ല. അവനിലേക്ക് പണക്കാരൻ്റെ പണം സക്കാത്തിലൂടെ ഒഴുകും. ദാരിദ്ര്യം ഉണ്ടാവാൻ സമ്മതിക്കുകയില്ല. ദാരിദ്ര്യന് രാജ്യവും ധനവാനും സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഫ്യൂഡലിസം ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ക്യാപിറ്റലിസം ഉണ്ടായില്ല. മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവന് കൊടുത്തത് കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഭൂവുടമ സമ്പ്രദായം ഉണ്ടായില്ല. ഇസ്ലാമിക രാജ്യങ്ങൾ സ്വന്തമായി സ്വത്തുള്ള, സ്വന്തമായി വീടുള്ള ഒരു ജനസമൂഹമായി ഇസ്ലാം മാറി. ഇത് വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇതേറ്റവും ഭംഗിയായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ് സലാഡിൻ്റെ പ്രസിദ്ധമായ ജീവിതം. സലാഡിൻ ജെറുസലേം പിടിച്ചടക്കിയ രാജാവാണ്. സലാഡിൻ ജെറുസലേം പിടിച്ചടക്കാനായിട്ട് വന്ന കുരിശ് യുദ്ധങ്ങളിലൂടെ ജെറുസലേം പിടിച്ചെടുത്ത് അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികൾ താമസിക്കുമ്പോൾ അദ്ദേഹം ജെറുസലേമിൻ്റെ മതിലുകൾക്കെതിരെ ബോംബാർഡ് ചെയ്തു. 50 മീറ്റർ നീളത്തിൽ മതിലിടിഞ്ഞ് താഴെ വീണു. മതിലിടിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞപ്പോൾ സലാഡിൻ സൈന്യത്തോട് പുറകോട്ട് മാറാൻ പറഞ്ഞു. എന്നിട്ടൊരു സന്ദേശം കൊടുത്തയച്ചു, ക്രിസ്ത്യാനികളുടെ നേതാവ് പുറത്തു വരണം, സമാധാന സന്ധിക്കായി പുറത്തു വരണം. ക്രിസ്ത്യാനികൾ അമ്പരന്ന് പോയി.
അവരുടെ നേതാവായി ലിയാണ്ടർ പുറത്തു വന്നു. സലാഡിൻ പറഞ്ഞു, ലിയാണ്ടറെ, ഞാൻ എൻ്റെ സൈന്യത്തെ പുറകോട്ട് മാറ്റിയിരിക്കുകയാണ്. സൈന്യം ഇനി അകത്ത് കയറിയാൽ അക്രമം ഉണ്ടാവും, സ്ത്രീകൾ കൊല്ലപ്പെടും, കുട്ടികൾ കൊല്ലപ്പെടും. ഇത് ഈ പരിശുദ്ധ പ്രവാചകൻ ഞങ്ങളോട് സമ്മതിച്ചിട്ടില്ല. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പടയാളികൾക്കല്ലാതെ ആർക്കും പരിക്കുണ്ടാകാൻ പാടില്ല. മെക്കക്കാർ മദീന ആക്രമിക്കാൻ വന്നു. പ്രവാചകൻ സൈന്യത്തെ കൊണ്ട് 25 കിലോമീറ്റർ തെക്കോട്ട് പോയി മരുഭൂമി വെച്ച് യുദ്ധം ചെയ്തു. കാര്യം മദീനയെ വെച്ച് യുദ്ധം ചെയ്താൽ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ കൊല്ലപ്പെടും, സ്ത്രീകൾ കൊല്ലപ്പെടും. ഉഹൂദ് യുദ്ധത്തിന് വന്നു. പ്രവാചകൻ സൈന്യത്തെ കൊണ്ട് പുറത്തു വന്നു, മരുഭൂമി വെച്ച് യുദ്ധം ചെയ്തു. പട്ടാളക്കാർക്ക് മാത്രമേ പരിക്ക് പറ്റുള്ളൂ. അങ്ങനെ പരിക്ക് പറ്റുന്ന ഒരു സമ്പ്രദായത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കൂട്ടി നിങ്ങളുടെ സ്വത്തൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ നേരെ ലെബനോനിലോട്ട് പോക്കോളാം. അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശമാണ്, അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. ലിയാണ്ടർ സലാഡിനോട് ചോദിച്ചു, സലാഡിനെ 1096 ക്രിസ്ത്യാനികൾ ഈ ജെറുസലേം പിടിച്ചെടുക്കുമ്പോൾ നടന്നെന്തോന്ന് അങ്ങേക്കറിയാമോ? അദ്ദേഹം പറഞ്ഞ്, എൻ്റെ വല്യപ്പൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ക്രിസ്ത്യാനികളോടൊന്ന് ജെറുസലേം പിടിച്ച ശേഷം അതിനകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെയും വെട്ടി ഞുറുക്കി കഷണമാക്കി കത്തിച്ചു. ലിയാണ്ടർ പറഞ്ഞു, ഇതങ്ങേക്ക് അറിയാമെങ്കിൽ പിന്നെ അങ്ങ് എന്തിനാണ് ഞങ്ങളോട് ഈ മര്യാദ കാണിക്കുന്നത്? സലാഡിൻ പറഞ്ഞു, അത് നിങ്ങളുടെ സംസ്കാരം. പരിശുദ്ധ പ്രവാചകൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നിരായുധനായ ഒരാൾ ആക്രമിക്കപ്പെടാൻ പാടില്ല, സ്ത്രീകൾ കൊല്ലപ്പെടാൻ പാടില്ല, കുട്ടികൾ കൊല്ലപ്പെടാൻ പാടില്ല. അതുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച തത്വം അനുസരിച്ച് നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ലിയാണ്ടർ തൻ്റെ സ്ത്രീകളെയും കുട്ടികളെയും ആടുമാടുകളെയും സ്വർണവും ഒക്കെ എടുത്തുകൊണ്ട് നേരെ ലെബനോനിൽ പോയി. മുഴുവൻ ക്രിസ്ത്യാനികളും പോയി കഴിഞ്ഞിട്ടാണ് സലാഡിൻ ജെറുസലേമിൽ പ്രവേശിച്ചു. ഒറ്റ മനുഷ്യൻ കൊല്ലപ്പെട്ടില്ല. ആ വലിയ സംഭവം ഹോളിവുഡ് ഒരു സിനിമയാക്കി, സിറ്റി ഓഫ് ഹെവൻ. നിങ്ങളറിയുള്ള സിറ്റി ഓഫ് ഹെവൻ സിനിമ കണ്ടാൽ അറിയാം സലാഡിൻ ചെയ്ത അത്ഭുതം. ഈ സലാഡിൻ 1794 മരണശയ്യയിലായി. സലാഡിൻ തൻ്റെ ഡോക്ടറെ വിളിച്ചു, ഡോക്ടറെ, ഞാനിനി എത്ര കാലം ജീവിച്ചിരിക്കും? ഡോക്ടർ പറഞ്ഞു, രാജാവ് ചാവുന്ന സമയം പ്രവചിച്ചാൽ എൻ്റെ കഴുത്തിന് ഉണ്ടെങ്കിൽ തലയുണ്ടാവുമോ രാജാവേ എന്ന് പറഞ്ഞു. സലാഡിൻ പറഞ്ഞു, ഇത് സലാഡിനാണ് പറയുന്നത്, നീ പറഞ്ഞോ, ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഡോക്ടർ സലാഡിനോട് പറഞ്ഞു, സലാഡിൻ അങ്ങ് 1 ആഴ്ചയിൽ കൂടുതൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് സംശയമാണ്. സലാഡിനോട് തന്നെ ധനകാര്യമന്ത്രി വിളിച്ചു വരുത്തി എൻ്റെ പേരിൽ എത്ര സ്വർണ്ണ നാണയം, എത്ര വെള്ളി നാണയം, എത്ര സ്വത്തുക്കൾ, എത്ര പൈസ എൻ്റെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ധനകാര്യമന്ത്രി അതിൻ്റെ എല്ലാം കണക്കെടുത്തുകൊണ്ട് കൊടുത്തു. സലാഡിൻ ഒരു വിളംബരം നടത്തി, അടുത്ത വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തു വരുമ്പോൾ എന്നിൽ നിന്ന് സഹായം കിട്ടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ വരണം, ഞാൻ നിങ്ങൾക്ക് സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞ് സലാഡിൻ ഇറങ്ങി വന്നപ്പം 8500 പേർ അവിടെ തടിച്ചു കൂടിയിരുന്നു. കേരളം എങ്ങാനോ ആയിരിക്കണമായിരുന്നു, 8.5 ലക്ഷം മിനിമം എത്തിയനായിരുന്നു സലാഡിൻ്റെ കയ്യിൽ നിന്ന് സഹായം വാങ്ങിക്കാം. അറബികൾ മര്യാദക്കാരാണ്, അവർ 8500 പേരെ വന്നുള്ളൂ. വന്നവർക്കെല്ലാം സലാഡിൻ ഒരു സ്വർണ്ണ നാണയം വെച്ച് കൊടുത്തു. വന്നവർക്കെല്ലാം സലാഡിൻ 40 വെള്ളി നാണയം കൊടുത്തു. സലാഡിൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് സ്വന്തമായി വസ്തുവില്ലാത്തൊരു കൈവെക്കാൻ പറഞ്ഞു. അങ്ങനെ കൈവക്കി സലാഡിൻ്റെ പേരിലുണ്ടായിരുന്ന വസ്തുക്കൾ ഈക്വലായിട്ട് വീതിച്ചു കൊടുത്തു. ഒരാൾക്ക് 20 ഏക്കർ വെച്ച് കിട്ടി. അവിടെ നിന്നവർക്കല്ല, കൈവക്കിയവനല്ല. നിങ്ങളിൽ ഈ വസ്തു കിട്ടിയിട്ട് വീട് വെക്കാൻ പൈസ ഇല്ലാത്ത എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. കൈവക്കി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി മുഴുവൻ പൈസയും ഈക്വലായിട്ട് കൈവക്കിയവർക്ക് വീതിച്ചു കൊടുത്തു. 8500 പേരും സന്തോഷമായിട്ട് പോയി. സലാഡിൻ ധനാരേന്ദ്രനോട് ചോദിച്ചു, ഇനി എൻ്റെ പേരിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ധനാരേന്ദ്രൻ പറഞ്ഞു, ഒന്നുമില്ല, അങ്ങ് നിസ്വനാണെന്ന് പറഞ്ഞു. സലാഡിൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ തയ്യാറായിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഒരു വിൽപ്പത്രം. ഞാനത് വായിച്ച് അമ്പരന്ന് പോയി, എന്തൊരു വിൽപ്പത്രം! അദ്ദേഹം പറഞ്ഞു, സാധാരണ രാജാക്കന്മാർ മരിക്കുമ്പോൾ ചെങ്കോലും കിരീടവും മോതിരവും അഴിച്ചു മാറ്റും. പക്ഷെ ഞാൻ മരിക്കുമ്പോൾ ഇത് 3 മാത്രമല്ല, എൻ്റെ ശരീരത്തിലെ മുഴുവൻ വസ്ത്രവും അഴിച്ചു മാറ്റണം, ചെങ്കോലും കിരീടവും മോതിരവും കൂടാതെ. ഞാൻ കിടന്ന എൻ്റെ കൊട്ടാരത്തിലെ മുഴുവൻ ഫർണിച്ചറും മേശയും കസേരയും എല്ലാം എടുത്ത് പാവപ്പെട്ടവർക്ക് ഫർണിച്ചറില്ലാത്തവർക്ക് കൊടുത്തേക്കണം. എൻ്റേതായ കുറേ വസ്ത്രമുണ്ട് എൻ്റെ കൊട്ടാരത്തിനകത്ത് അലമാരയിൽ. ആ അലമാരയിലുള്ള മുഴുവൻ വസ്ത്രവും പുറത്തെടുത്ത് വസ്ത്രമില്ലാത്ത പാവങ്ങൾക്ക് വീതിച്ച് കൊടുത്തേക്കണം. എന്നിട്ട് ഞാൻ ജനിച്ചു വീണപ്പോൾ എങ്ങനെ നഗ്നനായിരുന്നുവോ അതുപോലെ നഗ്നനാക്കി എന്നെ ആ മരുഭൂമി കൊണ്ട് ഇന്ന് മണൽ മാറ്റി അങ്ങ് കുഴിച്ചിട്ടേക്കണം. എൻ്റെ ശവകുടീരത്തിൻ്റെ എൻ്റെ കല്ലറയുടെ മുമ്പിൽ ഒരു ശവകുടീരം പണിയരുത്. എൻ്റെ ഒരു താജ്മഹലും പണിഞ്ഞേക്കരുത്, ഒരു മൗസോളിയും പണിഞ്ഞേക്കരുത്.
ഞാനവിടെ അടക്കപ്പെട്ടെന്ന് മാത്രം അവിടെ എഴുതി വെച്ചേക്കുക. ഈജിപ്തും സിറിയയും പാലസ്തീനും ഇസ്രായേലും സൗദി അറേബ്യയും കുവൈറ്റും ഇറാഖും ഇപ്പോഴത്തെ 16 രാജ്യം ഒരുമിച്ച് ഭരിക്കുന്ന രാജാവാണെന്ന് ആലോചിച്ചാണ്. അദ്ദേഹം മരിച്ചപ്പോൾ സർവ്വ ചങ്കോലും അഴിച്ചെടുത്ത് എല്ലാ സ്വർണവും മാറ്റി ഫർണിച്ചറെല്ലാം ദാനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ 1000-ഓളം വസ്ത്രങ്ങളെല്ലാം ദാനം ചെയ്ത് പൂർണ്ണ നഗ്നനാക്കി കൊണ്ടുവന്ന് സംസ്കരിച്ചു. ആ വിൽപത്രം അവസാനിക്കുമ്പോൾ സലാഡിൻ പറഞ്ഞിരിക്കുന്നു, നിസ്വനായി ജനിച്ചാൽ നിസ്വനായി പോകണമെന്ന് പ്രവാചകനായ മുഹമ്മദ് നബി പഠിപ്പിച്ചത് ഞാനിതാ നടപ്പാക്കുന്നു. ഇപ്പോഴും സലാഡിൻ്റെ ചൗകൂടിൽ ചെന്നാൽ 4-5 കല്ലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ കുറിപ്പുണ്ട്, ഹിയർ സലാഡിൻ ഈസ് ബറീഡ്. ഒരു കല്ലറയില്ല, ഒരു മൗസോളിയും ഇല്ല. 16 രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. സമ്പത്ത് കൊണ്ട് ആരും മഹാനാവുന്നില്ല, സമ്പത്ത് കൂട്ടി വെച്ചിട്ട് ആരും സ്വർഗവും കിട്ടാൻ പോകുന്നില്ല. പാവപ്പെട്ടവനെ സഹായിക്കുന്ന വലിയ ഫിലോസഫിയായി പരിസരപ്രവാചകൻ ഇസ്ലാമിനെ വാർത്തെടുത്തു. ഇതാണ് ഇസ്ലാമിൻ്റെ നീതിശാസ്ത്രം, ഇസ്ലാമിൻ്റെ എക്കണോമിക്സ് എന്ന് പറയപ്പെടുന്നത്. ഒരു സാമ്രാജ്യത്വവും വളരാത്ത, ഒരു ക്യാപിറ്റലിസവും വളരാത്ത, ഒരു ഫ്യൂഡലിസവും വളരാത്ത, ഒരു മുതലാളിത്തവും വാഴാത്ത ഭൂപരിഷ്കരണം നടപ്പാക്കിയ, നിസ്വനെ ഭൂവുടമയാക്കി മാറ്റിയ തത്വശാസ്ത്രമാണ് ഇസ്ലാം.